വൻ മയക്കുമരുന്ന് റാക്കറ്റിലെ മുഖ്യപ്രതി എടക്കാട് അറസ്റ്റിൽ. അഴീക്കോട് ആറാംകോട്ടം സ്വദേശി MP സ്വരൂപാണ് അറസ്റ്റിലായത്. കണ്ണൂരിലും തോട്ടട ഭാഗങ്ങളിലും മയക്കുമരുന്ന് എത്തിക്കുന്ന മുഖ്യ കണ്ണിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, എങ്ങനെയാണ് ഇയാൾ പിടിയിലായത്? വിശദാംശങ്ങൾ എന്താണ്? അർജുൻ, തോട്ടടയിലും പരിസരങ്ങളിലും മയക്കുമരുന്ന് വ്യാപനം എന്ന ഒരു പരാതി നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ മുഖ്യമന്ത്രിക്കടക്കം പരാതി ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ എടക്കാട് പോലീസ് ഈ പ്രതികൾക്കായി ഊർജിത അന്വേഷണം നടത്തി വരികയാണ്. ഇതിനിടയിലാണ് ഈ റാക്കറ്റിലെ മുഖ്യ കണ്ണിയായ അഴീക്കോട് ആറാം കോട്ടത്തിലെ MP സ്വരൂപിനെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. ഈ ഒളിവിൽ കഴിഞ്ഞ് മയക്കുമരുന്ന് ശൃംഖലയെ നിയന്ത്രിക്കുകയായിരുന്നു സ്വരൂപ് എന്നും പോലീസ് കണ്ടെത്തി. ഈ തലശ്ശേരിയിൽ വെച്ചാണ് സ്വരൂപിനെ എടക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. CPM പ്രവർത്തകൻ ധനേഷിനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയാണ് സ്വരൂപ്. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി തലശ്ശേരിയിൽ എത്തിയതായ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് അതീവ രഹസ്യമായി ഈ സ്വരൂപിനെ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പാലക്കാട് വെള്ളിനേഴി തിരുനാരായണപുരം എന്ന സ്ഥലത്താണ് ഈ സ്വരൂപ് ഒളിവിൽ കഴിഞ്ഞിരുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 2025 ആഗസ്റ്റിൽ ആറ്റടപ്പിൽ വെച്ച് 141 ഗ്രാം MDMA-യും 22 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും പിടികൂടിയ ഒരു കേസ് ഉണ്ടായിരുന്നു. അതിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ കേസിന്റെ അന്വേഷണം ചെന്നെത്തിയത് ഈ സ്വരൂപിലേക്കാണ്. ഈ സമൂഹ മാധ്യമങ്ങൾ വഴി യുവാക്കളെ സംഘടിപ്പിച്ച് അതീവ രഹസ്യമായാണ് ഈ മയക്കുമരുന്ന് ഇടപാടുകൾ സ്വരൂപ് നടത്തിയത് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. യുവാക്കൾക്ക് ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് പോകാൻ വാഹനം ഏർപ്പാടാക്കി നൽകി അതേ വാഹനത്തിൽ മയക്കുമരുന്ന് കണ്ണൂരിലേക്ക് കടത്തുക, ഇതാണ് ഇയാളുടെ രീതി എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ ബാംഗ്ലൂരിൽ നിന്ന് സ്വരൂപ് ട്രെയിൻ മാർഗം, അതായത് ഇവർക്കൊപ്പം വരാതെ ഏതെങ്കിലും ഘട്ടത്തിൽ പിടിക്കപ്പെടുകയാണെങ്കിൽ താനാണ് ഇതിന് പിന്നിൽ എന്ന് അറിയാതിരിക്കാൻ ഈ ബാംഗ്ലൂരിൽ നിന്ന് ഈ മയക്കുമരുന്ന് ഈ വാഹനത്തിൽ കടത്തിയതിന് ശേഷം സ്വരൂപ് ട്രെയിനിലാണ് പാലക്കാടേക്ക് എത്തിയിരുന്നത് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. ഈ മയക്കുമരുന്ന് യുവാക്കളുടെ വീട്ടിൽ തന്നെ സൂക്ഷിക്കാൻ നൽകും. ആവശ്യക്കാരെ ഈ സ്വരൂപ് തന്നെ അവരുടെ വീടുകളിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യും. അവർക്ക് പ്രതിഫലം നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ മയക്കുമരുന്ന് കടത്താനോ വിൽപ്പനക്കോ നേരിട്ട് സ്വരൂപ് ഇടപെടാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഒരു റഡാറിൽ ഈ സ്വരൂപ് ഇങ്ങനെ ഒരു മയക്കുമരുന്ന് കടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും ഇതിന്റെ അന്വേഷണം, അതായത് ആറ്റടപ്പയിൽ നേരത്തെ പിടികൂടിയ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്വേഷണം വ്യാപിപ്പിച്ചതോടെയാണ് ഈ സ്വരൂപിലേക്ക് പോലീസ് എത്തിയത്. അങ്ങനെയാണ് തലശ്ശേരിയിൽ ഇയാൾ എത്തി എന്ന ഒരു രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ പോവുകയും ഈ പ്രതിയെ പിടികൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വലിയ ഒരു മയക്കുമരുന്ന് റാക്കറ്റിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നും പോലീസ് വ്യക്തമാക്കുന്നു. എടക്കാട് ഇൻസ്പെക്ടർ KV ഉമേശൻ, SI N ദിജേഷ്, നിബിൻ വെണ്ടുട്ടായി, സുജിൻ അണ്ടല്ലൂർ, നിതിൻ കീഴത്തൂർ, അഖിൽ കുമാർ എന്നിവരാണ് ഈ അന്വേഷണ സംഘത്തിൽ ഉള്ളത്. എന്തായാലും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഈ ഭാഗങ്ങളിൽ, അതായത് ചാല, 12 കണ്ടി തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അവിടെ വ്യാപകമായ രീതിയിൽ ഈ വീടുകളിലെ പരിസരങ്ങളിലും ഒക്കെ എത്തി ഇങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കുക, അവിടെയുള്ള സ്ത്രീകളെയും മറ്റും ഉപദ്രവിക്കുക, ഇത്തരം വലിയ രീതിയിലുള്ള അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്നൊക്കെയാണ് നാട്ടുകാർ പരാതിയായി പറഞ്ഞിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് അവിടെ നിരന്തരം പരിശോധനകൾ നടത്തുകയാണ് പോലീസ്. അതോടൊപ്പം തന്നെ പട്രോളിങ്ങിന് പുറമെ ഈ ഏതൊക്കെ കേന്ദ്രങ്ങളിൽ നിന്ന് ആളുകൾ എങ്ങനെയൊക്കെ വരുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ അന്വേഷണം ഇതൊക്കെ നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് നടന്നിട്ടുള്ളത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഈ മയക്കുമരുന്ന് റാക്കറ്റിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു വിജയം എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. അർജുൻ.